റെഡിയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? മാജിക് മോർണിംഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഡയറക്റ്റ് വേഗം സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രവീണ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സോ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് തന്നെ 6 ഹാർഷ് റിയാലിറ്റീസ് എന്നാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. മാജിക് മോർണിംഗ് ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ, എന്നാലും ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ഇപ്പോഴും കൂടെയുണ്ട്. ഒരുപാട് പേരെ ഇപ്പൊ വീണ്ടും പരിചയമുള്ളവർ ഇപ്പോഴും ഇതിൽ തുടരുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴും മാറ്റങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് അറിയുന്നതിലും അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരു പക്ഷേ ഞാനൊരു കോട്ട് കണ്ടത് ഇപ്പോൾ ഓർക്കുകയാണ്. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ്, നോട്ട് പ്രൂവിങ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തിരുന്നു, ഞാൻ ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷെ ബിമാറ്റിക്കിൽ വന്നവരെല്ലാവരും, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുന്നവരെല്ലാവരും ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യുകയാണ്, സ്വയം മാറ്റത്തിന് വിധേയരാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇങ്ങനെ സ്വയം നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോഴും നമ്മുടെ ചില ഹാർഷ് റിയാലിറ്റീസ് ഉണ്ട്. അതായത് ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു അവസരത്തിലോട്ട് നമ്മൾ പോകാറുണ്ട്. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം ആരെയും വീഡിയോയിലൊന്നും കാണാനില്ല, എല്ലാവരും വീഡിയോയ്ക്കുള്ളിലാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. കാരണം താങ്ക് യു. ആരും കാണാത്തതുകൊണ്ട് ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണ്. കാരണം എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ മനസ്സിലുള്ള കണ്ടോ ഒരു ആകാംക്ഷയാണ്. ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതായത് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പറയുന്നത് എന്നിലേക്ക് തന്നെ എടുക്കുമ്പോൾ എനിക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്തരം കുറച്ച് ഹാർഷ് റിയാലിറ്റീസ് നമുക്ക് അറിയുമെങ്കിലും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരു 6 കാര്യങ്ങളാണ് സൈക്കോളജി പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ട്രസ്റ്റ് എവറിബഡി. എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ, നമുക്ക് പൂർണ്ണമായും അവരെ വിശ്വസിക്കുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതായത് നമ്മൾ വീട്ടിലുള്ളവരെ മാത്രം നോക്കിയാണ്. നമ്മൾ കാണുമ്പോഴെന്താണ്, നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. നമുക്ക് അവരിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. കാരണം നമുക്ക് നമ്മളെല്ലാവരും അവരെ നന്നായിട്ട് സംരക്ഷിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. പക്ഷേ സൈക്കോളജി പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അവരെ വിശ്വസിക്കുന്നു, നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ, നമ്മൾ അവരെ വല്ലാതെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചിന്തിക്കുന്നത് എന്താണ്, എനിക്കൊരു ആവശ്യം വന്നാൽ എനിക്ക് അവരെ കൂടെ ഉണ്ടാവും, എന്നെ അവര് സംരക്ഷിച്ചു അല്ലെ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒന്ന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എനിക്കൊരു വയ്യായ്മ വരുമ്പോൾ അവരും എനിക്ക് ഒപ്പം ഉണ്ടാവും. അത് ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പലതും അങ്ങോട്ട് ചെയ്യുന്നത് പോലും, നമ്മൾ വിശ്വസിക്കുന്നത് പോലും. സൈക്കോളജി പറയുന്നു ട്രസ്റ്റ്, നോ വറീസ്, ബട്ട് നെവർ ഡിപ്പെൻഡ്. പക്ഷെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവരുത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നു, നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താണ്, ഒരുപക്ഷെ നമ്മുടെ പാർട്ണർ കൂടെ ഉണ്ടാവും, നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നമ്മുടെ സുഹൃത്ത് വിളിച്ചാൽ ഓടി വരും എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ അവർക്ക് നമ്മുടെ ഒപ്പം കൂടെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പൊ എന്റെ ഒരു അവസ്ഥ തന്നെ പറയാം, ഇത് ഞാനും കേട്ടതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. എനിക്കും പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ ഒരു കേസ് വന്നു. അപ്പൊ ഒരു ദിവസം അവിടെ ആശുപത്രിയിൽ നിൽക്കണം, അപ്പൊ റീസെന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചത്, എന്റെ കൂടെ അച്ഛനുണ്ട്, എന്റെ കൂടെ അമ്മയുണ്ട്, എന്റെ കൂടെ ഞാൻ അവരൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നു സ്നേഹിക്കുന്നൊക്കെ ഇല്ല, പക്ഷെ അവർക്ക് എന്റെ കൂടെ നിന്നൂടെ. പക്ഷെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം വീട്ടിൽ അച്ഛന് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെയുള്ളത് ഒരു സിസ്റ്ററാണ്. അപ്പൊ സിസ്റ്റർ എന്തായാലും കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഉടനെ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഇത്രയൊക്കെ ഇവർക്ക് ചെയ്തിട്ടും എനിക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ഇവര് മാറ്റിവെച്ചില്ല. അവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യങ്ങളാണ് വലുത്. കണ്ടോ, എന്റെ ചിന്ത പോയത് എങ്ങോട്ടാണ്,
പക്ഷെ എനിക്ക് ആശുപത്രിയിൽ അർജന്റ് ആയിട്ട് അവിടെ നിന്നേ പറ്റൂ, ആ ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റൂ. എന്ത് ചെയ്യണം? ഞാൻ മറ്റൊരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തിയേ പറ്റൂ. ഉടനെ ഞാൻ എന്ത് ചെയ്തു? കാരണം ഇവർക്ക് ആർക്കും പെട്ടെന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. അവർക്കും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാവും. സോ ഫൈൻഡ് അനദർ സൊല്യൂഷൻ. ഐ ട്രസ്റ്റ് ദം ബട്ട് നെവർ ഡിപ്പെൻഡ്. അവർക്ക് പിന്നീട് പറയുന്നത് മുഴുവൻ പരാതികളാണ്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ ആരും കൂടെ നിന്നില്ല. ഇത് കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ഇതൊക്കെ പൊടി തട്ടി പുറത്തേക്ക് വരുന്നത്. പകരം എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിയാലിറ്റി ഇതാണ്. ഇപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരാൾ വേണം, നിർബന്ധമാണ്. കാരണം ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഓ ഏതൊരു ഹോസ്പിറ്റലും ഒരാൾ അഡ്മിറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഉടനെ എന്ത് ചെയ്തു? അതിനുള്ള മറ്റു വഴികൾ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഇതേപോലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ആ ചേച്ചിയോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ബൈസ്റ്റാൻഡർ ആവശ്യമുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവിടെ വന്ന് നീ കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം, ഒന്ന് നിൽക്കാമോ? അവർ ഉടനെ പറഞ്ഞത്, പിന്നെന്താ, ഞാൻ വരാലോ, എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് മറ്റൊരു അവസ്ഥ, നമ്മളൊരു അവസ്ഥ. പക്ഷെ ഇത് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഞാൻ കംപ്ലൈന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ പൂർണ്ണമായും വിജയിച്ചില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവര് നമുക്കൊപ്പം ഉണ്ടാവും. നമ്മൾ പലതും ചെയ്യുന്നത് അങ്ങനെയല്ലേ? ഞാൻ എന്റെ ഭാര്യയെ നോക്കുന്നു, എന്റെ മക്കളെ നോക്കുന്നു, നാളെ എന്റെ മക്കൾ എന്നെ സംരക്ഷിക്കും എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർക്ക് അവരുടേതായ ജീവിത വഴികളിലേക്ക് പോകുമ്പോൾ ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, പല സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ കംപ്ലൈന്റ് പറയാതെ, അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ എന്റെ ആവശ്യങ്ങൾ ആ സമയത്ത് നിർവഹിക്കാം എന്നുള്ളതിനെ കുറിച്ച്, വഴികളെ കുറിച്ച് ചിന്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഹാർഷ് റിയാലിറ്റി ഇത് തന്നെയാണ്. ട്രസ്റ്റ് ചെയ്തോളൂ, വിശ്വസിച്ചോളൂ, നാളെ ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടാകും. പക്ഷെ അത് നിർബന്ധം പിടിക്കരുത്. എന്റെ കൂടെ നിങ്ങൾ വന്നേ മതിയാകൂ എന്ന് നിർബന്ധം നിങ്ങൾ പിടിക്കുക. നെവർ ഡിപ്പെൻഡ് ഓൺ ദം. ഫൈൻഡ് അനദർ സൊല്യൂഷൻ ഇഫ് ദേ കനോട്ട്. അവർക്ക് പറ്റിയില്ലെങ്കിൽ അതൊരു കംപ്ലൈന്റിലേക്ക് പോകാതെ നമ്മൾ അതിന് മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് സൈക്കോളജി പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലിസൺ ബട്ട് ഡോണ്ട് അറ്റാച്ച്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ വിഷമങ്ങൾ കേൾക്കുമല്ലോ. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പൊ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് വിചാരിക്കും? അവര് പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി നിർത്തി നമ്മൾ അവരുടെ ഇപ്പൊ ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കൊരാവശ്യം വരുമ്പോഴേക്കും തിരിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് ഫിനാൻഷ്യലിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ എല്ലാവരും സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമുക്ക് കേൾക്കാം, അവരെ കേട്ടതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരിക്കലും അതുമായിട്ട് അറ്റാച്ച്ഡ് ആവരുത്. ഒരാളുടെ വിഷമം നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാതെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്ത് നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ആയി നിന്നുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നർത്ഥം. ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഒരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും കേട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ച് നാളെ നമുക്കൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാൻ ഇടയാക്കാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ ലിസൺ കേൾക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരിക്കലും അതുമായിട്ട് കൂടുതൽ നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതിലേക്ക് കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം പിന്നീട് ഇത് നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മറിച്ചാണ്. കൂടുതൽ കേൾക്കും, അത് കൂടുതൽ നമ്മളുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമെന്നാണ് സൈക്കോളജി പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് കെയർ. പലപ്പോഴും ഇത് അച്ഛനമ്മമാർക്ക്, പാരന്റ്സിനാണ് ഈ പ്രശ്നം വരുന്നത്. അവർ വല്ലാതെ അങ്ങ് മക്കളെ കെയർ ചെയ്യും. ഇനി പലപ്പോഴും ബന്ധങ്ങളിൽ ഉണ്ടാവുന്നതും ഇതാണ്. കെയർ കൂടുമ്പോൾ ഉള്ളൊരവസ്ഥ. കെയർ വേണ്ട എന്നല്ല സൈക്കോളജി പറയുന്നത്. നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാം, കെയർ ചെയ്യാം. പക്ഷേ നെവർ കൺട്രോൾ ദം. നമ്മൾ കൂടുതൽ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവരെ കൂടുതൽ സംരക്ഷിക്കും. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നതിനെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അവരെന്തെങ്കിലും ഒരു ഒരു മുന്നൊരു കാര്യം പറയാൻ, ഒരു മെഴുകുതിരി വെളിച്ചം കത്തിച്ചു വെച്ചപ്പോ അത് തുടരുത് എന്ന് കുട്ടിയോട് പറഞ്ഞു. അതായത് തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇത് പറഞ്ഞത് കേൾക്കാതെ നമ്മൾ കൂടുതൽ കെയർ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അത് തൊട്ടാൽ പൊള്ളും എന്ന കെയർ, ആ ഒരു അറിവ് അവർക്ക് നൽകുക. അത് ചെയ്യുന്നതിന് തടയരുത് എന്നത്. കാരണം തടയാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നത്.
അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വളരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. കുട്ടി എന്ത് ചെയ്യും? അത് തൊടാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിടിച്ചു വെക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ കൺട്രോൾ ആണ് അവിടെ ചെയ്യുന്നത്. അവിടെ കെയർ അല്ല എന്ന് മനസ്സിലാക്കുക. കെയർ എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമായ വിവേകപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ്. ഇത് ചെയ്യരുത് എന്ന അഡ്വൈസ് കൊടുക്കുമ്പോൾ അവിടെ കൺട്രോളിലേക്ക് മാറുന്നു എന്നർത്ഥം. ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു അഡ്വൈസും ഇഷ്ടമില്ല. അതുകൊണ്ട് കെയർ ചെയ്യുക, പക്ഷെ ഒരിക്കലും കൺട്രോൾ ചെയ്യാതിരിക്കുക. ഇപ്പൊ കുട്ടി അത് തൊട്ടുവെങ്കിൽ അത് തൊട്ട് കുട്ടി അത് അറിയട്ടെ, അത് തൊട്ടാൽ കൊള്ളും എന്ന് കുട്ടി തിരിച്ചറിയട്ടെ എന്ന് തന്നെയാണ് സൈക്കോളജി പറയുന്നത്. അപ്പൊ കെയർ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് ബന്ധങ്ങളിലും വീടുകളിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടുതൽ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഈ കൺട്രോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ അവിടെ കൂടുതൽ അഡ്വൈസിലേക്ക് മാറുന്നു എന്നർത്ഥം. ഈ അഡ്വൈസ് കൂടുതൽ കൊടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ കൺട്രോളിലേക്ക് മാറി എന്ന് കൂടി തിരിച്ചറിയുക എന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി നാലാമതായിട്ട് പറയുന്ന കാര്യം, തിങ്ക്. ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നാളെ എനിക്ക് ഇത്തരത്തിലാക്കണം, എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഡോണ്ട് ലെറ്റ് യുവർ തോട്ട്സ് ടേക്ക് ഓവർ. ഒരിക്കലും ആ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ ഇടയാക്കരുത്. നമ്മളിങ്ങനെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങും. ഒരു ഗോൾ സെറ്റ് ചെയ്താൽ ഇതെങ്ങനെ നടക്കും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അത് നടക്കോ ഇല്ലയോ എന്ന് ഓർത്ത് ആ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ ഇടയാക്കരുത്. ഒരു എക്സാമ്പിളും കൂടി പറയാം. അപ്പൊ ഞാൻ എന്റെ ഒരു ഡെന്റൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു. ആ ട്രീറ്റ്മെന്റ് സമയത്ത് ഒരു മാസം, അതായത് സെപ്റ്റംബർ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ചെറിയൊരു റൂട്ട് കനാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു മാരേജ് ഫംഗ്ഷനായിട്ട് പോകണം. അപ്പൊ അത് സെപ്റ്റംബറിലാണ് വരുന്നത്. ആ സമയത്ത് ഇതിന്റെ കാര്യം, ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ അത് പല്ലിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് എനിക്കത് ചിരിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആ സമയം ആകുമ്പോഴേക്കും എനിക്കത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടണം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക, ഇത് പൂർത്തിയാവും. കാരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വീണ്ടും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ തുടങ്ങിയാലും അന്നത്തേക്ക് തീരുമോ എന്തോ. പക്ഷെ ഏതായാലും തുടങ്ങി, ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അത് കംപ്ലീറ്റ് ചെയ്യുമോ എന്തോ. ഇപ്പൊ അന്ന് കല്യാണത്തിന് പോകുമ്പോ എന്റെ അത് ഫ്രണ്ടിലെ പല്ലാണ്, അത് വല്ല ബുദ്ധിമുട്ട്, അങ്ങനെ ചിരിക്കും, വളരെ ബോറല്ലേ. ഇത് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ എനിക്ക് ടെൻഷനാവും. മറിച്ച് എന്തായാലും ഡോക്ടറെ ഇത് സ്റ്റാർട്ട് ചെയ്തു, എന്തായാലും ഈ ട്രീറ്റ്മെന്റ് റൂട്ട് കനാലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അതങ്ങ് പോകട്ടെ. എന്തായാലും അത് മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ, എനിക്ക് എന്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ പ്രോസസ്സ് അങ്ങനെ നടക്കട്ടെ. അപ്പോഴും ആഗ്രഹങ്ങൾ കൈവിടരുത്, ചിന്തകൾ നിങ്ങളെ ഭരിക്കരുത് എന്നർത്ഥം. അതായത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഫ്യൂച്ചറിൽ ഇന്ന മാസം ഒരു കല്യാണം ഉണ്ട്, അപ്പോഴേക്കും ഇതങ്ങ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകും. ഒരു സർപ്രൈസ് എന്നതുപോലെ ശരിക്കും പറഞ്ഞാൽ ആ കല്യാണത്തിന്റെ 5 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ഇനി ഒരു അപ്പോയിന്റ്മെന്റ് കൂടി ഉണ്ടെങ്കിൽ അത് തീരും, പക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഉറപ്പില്ല, നിങ്ങളൊന്ന് അതിന്റെ സെക്ഷനിൽ ഒന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിലേക്ക് വന്നു, ഇനിയിപ്പോ തീർന്നില്ലെങ്കിൽ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഫൈനൽ സ്റ്റേജിൽ എത്തി. ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടറോടും പറയാൻ പറ്റില്ല, കല്യാണത്തിന് പോകാതിരിക്കാനും പറ്റില്ല, രണ്ടും നടന്നേ പറ്റൂ. അപ്പൊ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴും ലക്ഷ്യങ്ങൾ വിട്ടില്ല എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും ആ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ ഇടവരരുത് എന്നർത്ഥം. ഇത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ആ ചിന്തകൾ നിങ്ങളെ ഭരിച്ചു തുടങ്ങി എന്നർത്ഥം. മറിച്ച് എന്തായാലും തുടങ്ങി, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മിറാക്കിൾ പോലെ ജസ്റ്റ് ആ കല്യാണത്തിന്റെ 3 ദിവസം മുമ്പ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയും ആ ഒരു റൂട്ട് കനാലിന്റെ മുഴുവൻ പ്രോസസ്സും അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അപ്പൊ നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ചിന്തിക്കാം, പ്ലാൻ ചെയ്യാം. പക്ഷെ ആ ചിന്തകൾ ഒരിക്കലും നടക്കുമോ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ആ ചിന്തകളെ നമ്മളെ ഭരിക്കാൻ ഇടവരരുത്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അത് നടക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിനോട് അപേക്ഷിക്കുക, വെയിറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ചിന്തകൾ നമ്മളെ ഭരിക്കാതെ നമുക്ക് നമ്മുടെ ഗോളുമായിട്ട് മുന്നോട്ട് വളരെ എളുപ്പത്തിൽ നീങ്ങാൻ കഴിയും എന്ന് കൂടി പറയുന്നു. അത് വ്യക്തമായത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ്. 5-മതായിട്ട് പറയുന്ന കാര്യം, എൻകറേജ്. ശരിയാണ്,
നമ്മുടെ വീടുകളിലായാലും നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട് കുട്ടികളെ, അല്ലെ? നമ്മുടെ കൂടെ ഫ്രണ്ട്സിന് നീ അത് ചെയ്യും, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഉഷാറാകും എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യരുത്, അവരെ അതിലേക്ക് പുഷ് ചെയ്യരുത്. ഒരുപാട് നീ ചെയ്യ് എന്ന് പറഞ്ഞ് നിർബന്ധിക്കരുത് എന്നർത്ഥം. അതായത് അവരെ കൂടുതൽ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകരുത്. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഇത് ബേർഡൻ ആവും. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മളെ എൻകറേജ് ചെയ്യാം. ഞാനിത് ചെയ്യും എന്നോർത്ത് നമുക്ക് നമ്മളെ ഇത് എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് നമുക്ക് കൂടുതൽ ബ്ലോക്കുകൾ സമ്മാനിക്കും. അത് നമ്മുടെ ഹെൽത്തിനെ പോലും ബാധിക്കും എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ എൻകറേജ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, മോട്ടിവേറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അത് ഒരു നിർബന്ധത്തിലേക്ക്, ഒരു നിർബന്ധ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മളെയാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളായാലും വീട്ടിലുള്ളവരാരെയും അത് കൂടുതൽ മുന്നോട്ട് അവരെ ഒരു പുഷ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുത് എന്നർത്ഥം. അവസാനത്തേതായിട്ട് പറയുന്നത് ഡ്രീം. നിങ്ങൾക്ക് സ്വപ്നങ്ങളാകാം, പക്ഷെ ഒരിക്കലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ പലപ്പോഴും ഡ്രീം ബിഗ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മൾ പകുതി വഴിയിൽ എത്തുമ്പോൾ എന്താവും, അതിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. നെവർ എസ്കേപ്പ് ഫ്രം യുവർ ഡ്രീംസ്. അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നർത്ഥം. ഇപ്പൊ ഞാൻ പറഞ്ഞു, റീസെന്റ് ആയിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലായിട്ടുള്ള അവിടെ ഹോസ്പിറ്റലിലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പം അവിടെ ഒരു ഡ്രീം ഉണ്ട്. ആ ട്രീറ്റ്മെന്റിന് മുന്നേ എനിക്കൊരു ഡ്രീം ഉണ്ട്. ഇതിൽ നിന്ന് റിക്കവർ ആയി പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ ജോലിയിലേക്കും എന്റെ മറ്റ് ഡ്രീമുകളിലേക്കും പോകണം. പക്ഷെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോടുകൂടി ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചില അതുമായിട്ട് ബന്ധപ്പെട്ട ചില പെയിനുകളൊക്കെ വന്നപ്പോൾ ഇത് മുന്നോട്ട് പോകും, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഇത് എവിടെ എത്തും എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇതിനിറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്ര മാത്രമാണ്. കാരണം ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഓടാനുള്ള ശക്തിയും കരുത്തും നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്നലെയാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. പക്ഷെ ഡിസ്ചാർജ് ആയപ്പോൾ കുറെ ചിന്തകളെ മനസ്സിലേക്ക് വന്നു. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പെയിനുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആകാംക്ഷകൾ. ഇത് ഇനിയിപ്പോ ഇത്രയും ദിവസം ഡ്രസ് ചെയ്യണം, അത് ഇത്ര നടക്കുവോ, ഇത് പെട്ടെന്ന് ക്യൂർ ആവും എന്ന ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. പക്ഷെ ഉടനെ ഇത് ഒരു പക്ഷെ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്കിത് ഹെൽപ്പായി. കാരണം ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീമിൽ നിന്ന് ഞാൻ എസ്കേപ്പിസം ആണ് കാണിക്കുന്നത്. എന്താണ് എസ്കേപ്പിസം കാണിക്കുന്നത്? എന്റെ ചിന്തകളെ എന്നെ ഭരിക്കാൻ ഞാൻ അനുവദിച്ചു. അവിടെ എസ്കേപ്പ് ചെയ്ത് ഡ്രീമിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ തന്നെ കണ്ടെത്തിയ വഴികളാണ് ഈ എസ്കേപ്പിസം. അതായത് ഇത് നടക്കുമോ, ഇത് പെട്ടെന്ന് ക്യൂർ ആവുമോ, ഇതിൽ നിന്ന് എനിക്ക് റിക്കവർ ആവാൻ പറ്റുമോ എന്ന ചിന്തകൾ എന്നെ കൊണ്ടുപോകുന്നത് ഡ്രീമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള എന്റെ എസ്കേപ്പിസം ആണ് തിരിച്ചറിഞ്ഞത് ഒരു പക്ഷെ ഈ 5-6 റിയാലിറ്റിയിലൂടെ കടന്നു പോയപ്പോഴാണ്. അപ്പൊ ഇതെല്ലാം ജീവിതത്തിലെ ചില റിയാലിറ്റികളാണ്. ഈ റിയാലിറ്റികളെ തിരിച്ചറിഞ്ഞ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനൊറ്റ കാര്യം ചെയ്യേണ്ടതേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഫോക്കസ് ഓൺ ഇംപ്രൂവിങ്, നോട്ട് പ്രൂവിങ്. മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനായിരിക്കരുത് നമ്മുടെ ജീവിതം. നമുക്ക് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലാകുമ്പോൾ ഇതെല്ലാം, ഈ ഹാർഷ് റിയാലിറ്റികളെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും. ഒരിക്കൽ കൂടി ഞാൻ ഈ 6 ഹാർഷ് റിയാലിറ്റിയെ കുറിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ട്രസ്റ്റ് ബട്ട് ഡോണ്ട് ഡിപ്പെൻഡ്. നിങ്ങൾക്ക് എല്ലാവരെയും വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവരുത് നമ്മുടെ ജീവിതം. രണ്ടാമതായിട്ട് ലിസൺ. കേൾക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നെവർ ഇമോഷണലി അറ്റാച്ച് ടു ദാറ്റ് പ്രോബ്ലം. അവരുടെ പ്രോബ്ലങ്ങളിലേക്ക് കൂടുതൽ ഇമോഷണലായിട്ട് അറ്റാച്ച് ആയിട്ട് നമ്മെ പ്രോബ്ലത്തിൽ കൊണ്ടുവന്ന അവസ്ഥയിലേക്ക് പോകരുത്. കെയർ, സംരക്ഷിച്ചോളും. പക്ഷെ ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു കെയർ ആണ്. പക്ഷെ അത് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ആയിട്ട് മാറുന്നു എന്ന് തിരിച്ചറിയുക. ഒരാൾക്കും കൺട്രോൾ ചെയ്ത് ഇഷ്ടപ്പെടില്ല എന്ന് കൂടി ഓർക്കുക. തിങ്ക്. ആലോചിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെവർ ലെറ്റ് യുവർ തോട്ട്സ് ടേക്ക് ഓവർ. ഒരിക്കലും ആ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ ഇടവരരുത്. എൻകറേജ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം. ബട്ട് ഡോണ്ട് പുഷ് ടു ഹാർഡ്. അവർ ഒരിക്കലും തള്ളി അതിലേക്ക് വിടരുത് എന്നാണ്. ബാക്കി അവരുടെ തീരുമാനങ്ങൾക്ക് വിടുക.
ഡ്രീം. വലിയ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ കാണുന്നുവെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോ ഞാൻ കൂടി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാനും കടന്നുപോയത് ഇതിലൂടെ ആയതുകൊണ്ട് ഒരുപക്ഷെ ഈ റിയാലിറ്റി എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ പറയും. എന്ത് തന്നെയായാലും ചിന്തിക്കുക. പക്ഷെ ഒരിക്കലും ഇതൊക്കെ ചിന്തിച്ച് ബുദ്ധിമുട്ടിലാവുന്ന രീതിയിൽ ചിന്തകൾ നിങ്ങളെ ഭരിക്കാതിരിക്കുക. ഈ ഹാർഷ് റിയാലിറ്റിയിലൂടെ കടന്നു പോകാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ ചേഞ്ച് നമ്മൾ നമുക്ക് വേണ്ടി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഹാർഷ് റിയാലിറ്റിയിലൂടെ കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കടന്നു വന്നവരായിരിക്കാം. ഇതൊരു റിമൈൻഡ് എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈ ഹാർഷ് റിയാലിറ്റി തിരിച്ചറിയാനും അതിനെ ഉൾക്കൊള്ളാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രവീണ മാം. സോ ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. സോ പെട്ടെന്ന് ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? മാജിക് മോർണിംഗ് ഓൾ. ഓക്കെ, മാജിക് മോർണിംഗ് പ്രീത. പ്രവീണ മാം, വളരെ നല്ലൊരു ടോപ്പിക് കണ്ടപ്പോൾ സിക്സ് ഹാർഷ് റിയാലിറ്റീസ് അതാണ് വിഷയം. മാമിന്റെ ക്ലാസ്സുകൾ ഫുള്ളായിട്ടും നമുക്കറിയാം വളരെ വണ്ടർഫുള്ളാണ്, അതുപോലെ തന്നെ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ഈ ഒരു റിയാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ തന്നെയാണ്. മാം പറഞ്ഞ ഈ 6 പോയിന്റും എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എന്തായാലും കൺട്രോൾ ചെയ്യും. ഇപ്പൊ മക്കളോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യും. അപ്പോൾ കുട്ടികളായാലും ഇപ്പൊ മുതിർന്ന ആളുകളായാലും നമ്മൾ തെറ്റ് കണ്ട അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. പക്ഷെ അത് കൂടുതലായിട്ടാവുമ്പോൾ പറയുന്ന പോലെ അവർക്കതൊരു ശരിക്കും പറഞ്ഞ അവരെ അഡ്വൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് വെറുപ്പാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞ കാര്യം അതും അങ്ങനെ തന്നെയാണ്. മാം പറഞ്ഞ 6 പോയിന്റും വളരെയധികം നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളാണ്. വളരെ നല്ലൊരു ക്ലാസ് മാം. താങ്ക് യു സോ മച്ച്. വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു പ്രീത. ഇപ്പൊ പ്രീത പറഞ്ഞ 2 പോയിന്റ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? 2 പോയിന്റ് ഹൈലൈറ്റ് ചെയ്തത് അവിടെയാണ് പ്രീതയ്ക്ക് ചിന്തിക്കേണ്ടി വന്നത് എന്ന് പ്രീത തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഇതുപോലെ ഓരോരുത്തരും ഓരോ പോയിന്റ് ആയിരിക്കും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമുക്ക് പെട്ടെന്ന് നമുക്കത് കണക്റ്റഡ് ആവും. ഇപ്പൊ കെയർ, ഇപ്പൊ വീടുകളിലാണെങ്കിലും കുട്ടികളെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൺട്രോളിലേക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ ഒരിക്കലും പറയും. കാരണം ഒന്നും തെറ്റുമല്ല, ഒന്നും ശരിയുമല്ല എന്ന് സൈക്കോളജി പറയുന്നു. എല്ലാ തെറ്റുകളും കാരണം അവരുടെ തെറ്റുകൾ നമ്മുടെ ശരികളാണ്, നമ്മുടെ ശരികൾ അവരുടെ തെറ്റുകളുമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് കെയർ കൊടുക്കുക, പക്ഷെ കൺട്രോൾ ചെയ്യാതിരിക്കുക. പിന്നെ ട്രസ്റ്റ്, നമ്മൾ നമ്മുടെ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യുമല്ലേ, അവരെപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, കാരണം അവർക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ. പക്ഷേ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, പക്ഷെ ഒരിക്കലും നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവര് കൂടെ ഉണ്ടാവും എന്ന ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം എന്നർത്ഥം. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അത് ആ സമയത്ത് പ്രപഞ്ചം എന്നെ മുന്നിൽ കൊണ്ട് നിർത്തും എന്നൊരു വിശ്വാസത്തിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച് ഫോർ ഹൈലൈറ്റിംഗ് ദോസ് പോയിന്റ്സ്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദെൻ നെക്സ്റ്റ് ഓക്കെ, കേൾക്കാം സർ. നൗഫലാണ്. ഞാൻ ഒരുപാട് ദിവസം ഇതിൽ കയറിയിട്ട് എന്റെ സൂം ആപ്പ് പോയി കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് വേറൊരു ഫോണൊക്കെ എടുത്ത് കയറിയതാണ്. ഏതായാലും ഒരുപാട് ദിവസങ്ങളായി മാം പറഞ്ഞ പോലെ ഞാൻ വന്നിട്ട് വളരെ സന്തോഷം മാമിന്റെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഏറ്റവും എനിക്ക് ലൈക്കായിട്ടുള്ള ആദ്യത്തെ പോയിന്റാണ്. അതായത് നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരോട് ചെയ്യുകയാണെങ്കിൽ അല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ പോലും അൺകണ്ടീഷണൽ ആയിട്ട് പ്രതിഫലിച്ചില്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും. വെറിയിടാവേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല. കാരണം ഞാനത് ചെയ്തതുകൊണ്ട് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കാൻ വീണ്ടും ചെയ്യാതിരിക്കാൻ പറ്റൂല. എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് പറഞ്ഞപ്പോ ഒരു അനുഭവം പറഞ്ഞപ്പോ അതേപോലെ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു. ഈ കൊറോണന്റെ സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദറിനെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയത്ത് ഒരാളെ വിളിച്ചിട്ട് കിട്ടുന്നത് എന്റെ വണ്ടി പോലും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തതായിരുന്നു ആ സമയത്ത്.
അവസാനം ഒരു വണ്ടി ഉണ്ട്, ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടിയുടെ വണ്ടി എടുത്ത് ഒറ്റക്ക് പോയി. അവള് ഒരു സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ആരും വന്നില്ല, കസിൻസോ ആരും. സിറ്റുവേഷൻ പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിച്ചു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥന ഒക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നങ്ങൾ തരരുത് എന്ന് പറയുന്നത് ബദല് നമ്മൾ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായത് നേരിടാനുള്ള ശക്തി എനിക്ക് തരണം, അതിനുള്ള അറിവ് എനിക്ക് തരണം എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രാർത്ഥനകളെ പിന്നെ സാധിച്ചു എന്നുള്ളതാണ്. അതായത് കംപ്ലൈന്റ് പറയുന്നത് പകരം നമ്മൾ സൊല്യൂഷൻ മാത്രം കണ്ടെത്തി മുന്നോട്ട് പോവുക. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു ഹോസ്പിറ്റൽ കേസായിട്ട് 2-3 ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പൊ പകലൊക്കെ ഞാൻ സിസ്റ്റർക്ക് പെട്ടെന്നൊരു അവരുടെ കുട്ടിയുടെ ഒരു ആവശ്യമായിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകേണ്ടി വന്നു. ഈ പകൽ സമയത്ത് അമ്മയ്ക്ക് വന്നു നിൽക്കാം. പക്ഷെ ഈ പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു 12 മണിയാകുമ്പോൾ വീട്ടിൽ പോയി അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് വേണം തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ. ഈ 12 മണി മുതൽ ഒരു 2 മണി വരെയുള്ള സമയത്ത് അവിടെ ബൈസ്റ്റാൻഡർ വേണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ വരുന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ മുന്നേ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്ന് എന്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരും കേട്ടോ, ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത് എന്റെ മനസ്സിലുണ്ട്, അവർ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞ് രാവിലെ വരുന്നല്ലേ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി ആ വരവ് ഒരു 12 മണിയിലേക്ക് മാറ്റാമോ? അപ്പൊ അമ്മയ്ക്ക് എന്റെ വീട്ടിൽ പോയി അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് വരികയും ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞെന്താ, അതിനെന്താ, രാവിലെ വരുന്നത് ഞാൻ 12 മണിക്ക് വരാം. അപ്പൊ കണ്ടോ, നമുക്ക് വേണ്ടിയിട്ട് മുന്നേ കൂട്ടി ഒരു വ്യക്തി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മൾ നേരെ തിരിച്ചത്, ഓ എനിക്കൊരു ആവശ്യം വന്നപ്പോ എന്റെ സിസ്റ്റർ നിന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ആ സമയത്ത് ചിന്തിച്ചു, കാരണം ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ വ്യക്തിയാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊന്നല്ല വളർന്നത്. ഉടനെ എന്റെ മനസ്സിലേക്ക് ക്ലിക്ക് ആയത് അതാണ്. അപ്പൊ ചിന്തകൾ വരാം, നമ്മളെ അത് തിരിച്ചു കുലുക്കാം. പക്ഷെ നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധി നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് വേണ്ടി നമുക്ക് മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നന്നായി പ്രൂവ് ചെയ്യാനല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വഴികൾ തരും. അപ്പൊ അവിടെ ഒരു വഴിയായി. അവർ 12 മണിക്ക് വന്നു, ആ സമയത്ത് അങ്ങ് വീട്ടിൽ പോയി 2 മണി വരെ അവിടെ ഇരിക്കും. അച്ഛന് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരും, അവരും തിരിച്ചു വരും. അപ്പൊ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് അവിടെ നടന്നു എന്നാണ്. സോ ഐ താങ്ക് ദി യൂണിവേഴ്സ്. കാരണം അതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് എന്നുള്ള കാര്യം യൂണിവേഴ്സ് തിരിച്ചറിഞ്ഞ ഒരാളെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ കാണാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഇതിന്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ട്രസ്റ്റ് എവ്രിബഡി ബട്ട് നെവർ ഡിപ്പെൻഡ് ഓൺ. അത് ഞാൻ പഠിച്ചതും ഒരു പക്ഷെ അനുഭവത്തിൽ കൂടെയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു നൗഫർ, താങ്ക് യു മാം. ദെൻ അടുത്ത ആരാണ് സംസാരിക്കുന്നത്? പെട്ടെന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ. സലാഹുദ്ദീൻ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇത് മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ക്ലാസ് പിന്നെ നിങ്ങളെ ക്ലാസ് പ്രത്യേകിച്ച് കാരണം വെച്ചാല് നിങ്ങളെപ്പോഴും ഡെയിലി ലൈഫിൽ നിന്നുള്ള സ്വന്തം അനുഭവത്തെ വെച്ചിട്ടാണ് നമ്മുടെ എക്സാമ്പിള് പറയല്. അപ്പൊ നിങ്ങള് പറഞ്ഞ പോയിന്റുകള് യഥാർത്ഥത്തില് ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോ നമ്മളൊരു ആവശ്യം വരുമ്പോ പിന്നെ ആരും ഉണ്ടാവില്ല, നമ്മളെല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ എന്ന് വെച്ചാല് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് ഒരു നോർമല് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ അതിനെ നമ്മൾ ഈ പറഞ്ഞ മാതിരി പോസിറ്റീവ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്രയും എന്താ പറയാ പേഴ്സണാലിറ്റിയിലുള്ളൊരു ഇതായിട്ട് വരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ പറഞ്ഞ കേട്ടോ, നമ്മളെല്ലാവർക്കും വേണ്ടി ഓടി നടക്കും. നമുക്കൊരു ആവശ്യം വന്നപ്പോ ആരെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും ഇതൊരു ഹാർഷ് റിയാലിറ്റി തന്നെ, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളത് ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ഉടനടി ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് ആരും ചെയ്തില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ചിന്തകളെ മാറ്റേണ്ടത്.
ഓക്കെ അവർക്ക് പറ്റിയില്ല, ഇനിയിപ്പോ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ, വേറെ എന്തെങ്കിലും വഴികൾ നോക്കാം എന്നൊരു ഷിഫ്റ്റിങ്ങിലേക്ക് നമ്മൾ വന്നാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടും. അവിടെയാണ് നമ്മൾ നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരും വലിയ വലിയ വ്യക്തികൾ പറഞ്ഞത് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുക, ഇപ്പൊ ഒരു സൊല്യൂഷൻ വന്നു, ഓക്കെ ഇന്നപ്പോ അവർക്ക് പറ്റിയില്ല, ഇതിന് എന്ത് സൊല്യൂഷൻ എനിക്ക് കണ്ടെത്താൻ പറ്റും, ഇപ്പൊ എനിക്കിത് പറ്റിയില്ല, ഇനി എന്താ ചെയ്യാൻ പറ്റുക. ആ പ്രസന്റ് മൊമെന്റ് നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നീടുള്ള ഓരോ അവസരങ്ങൾ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതും ഞാൻ അവിടെ നിന്നാണ് കേട്ടോ. അപ്പൊ നിമിഷത്തിൽ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ഒരു അവസരമുണ്ട്, ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ ഇതൊന്ന് നോക്കി നോക്കാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നാളെ എന്ത് ചെയ്യും, ഇങ്ങനൊരു അവസരം വരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നതിന്റെ പൊരുളും ഇത് തന്നെയാണ്. താങ്ക് യു വെലാഹുദ്ദീൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ പ്രവീണമ്മ, നമസ്കാരം. നമസ്കാരം. ഓ, എന്താണ് സൂപ്പർ ക്ലാസ് ആയിരുന്നു, ഇതൊന്നും പറയാനില്ല. ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ഓരോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. മക്കളിൽ നിന്നാണെങ്കിൽ പോലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാൽ ചെയ്യുക. കൂടുതൽ അവരെ കൺട്രോൾ ചെയ്യാനും പോകാതിരിക്കുക. ഉള്ളത് പറഞ്ഞു കൊടുക്കുക, ഇന്നതുണ്ടായാൽ ഇന്നതായിരിക്കും ഭാവിയിൽ ഉണ്ടാവുന്ന ദോഷം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് പ്രായമായ മക്കളെ പറഞ്ഞ് കൊടുക്കാറില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. കൂടുതൽ കൺട്രോൾ ചെയ്യാനൊന്നും പോകാറില്ല, കൂടുതൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമില്ല. നമ്മളെ പറ്റി പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. പിന്നെ മാം പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽ കേസിലൊക്കെ ആകുമ്പോൾ എന്ത് പറഞ്ഞാലും മക്കളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സിസ്റ്ററോ ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ തെറ്റില്ലാതെയൊക്കെ പോയി. ഇന്നലെ ആയിരുന്നു എൻ്റെ മറ്റേ കഴിഞ്ഞ സെപ്റ്റംബർ 17-നായിരുന്നു പേസ് മേക്കറിന്റെ ഇതൊക്കെ. അപ്പം ഒരു വർഷമായി കാര്യങ്ങളൊക്കെ നടന്നിട്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച്. പക്ഷെ നമുക്ക് ആ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ കൂടുതൽ അറിയാവുന്ന ആളുമായിട്ടോ അല്ലെങ്കിൽ ഒരു മെൻറ്ററുമായിട്ടോ ഒക്കെ സംസാരിച്ചാൽ തെറ്റില്ലാതെ മുന്നോട്ട് പോകാമായിരിക്കാം നമ്മുടെ എക്സ്പീരിയൻസ്. പിന്നെ എല്ലാം നമ്മൾ അത് അത്ര വലിയ ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കാതെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ മാത്രമായാൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഷീല മാം. ഷീല മാം പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ എന്തിനാ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ശരിയാണ്, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. പ്രത്യേകിച്ച് ഞാനൊക്കെ കേട്ടോ, അങ്ങനെയാണ് ഞാനൊക്കെ. ഒരു കുഞ്ഞു കാര്യം മതി ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ഒന്നുമില്ല, എന്തിനായിട്ട് സ്ട്രെസ് ആയിട്ട് ഒന്നും സംഭവിക്കില്ല. നമ്മളില്ലെങ്കിലും ഭൂമിയിലെല്ലാം ഭംഗിയായി നടക്കും. നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. പിന്നെ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞ ഒന്നുകൂടി കൂട്ടിച്ചേർത്തിരുന്ന് ഓർക്കുകയാണ്. കാരണം നമുക്ക് ഏകദേശം സമയമായിട്ടുണ്ട്. പക്ഷെ ഓർക്കുക, എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും ഓർക്കുക, ദിസ് ഇസ് മൈ കർമ്മ. കാരണം ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ ജീവിതം കഴിഞ്ഞു, അല്ലെങ്കിൽ 3-4 ദിവസം ഹോസ്പിറ്റലായിട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതും ആ ഒരൊറ്റ കൂട്ടാണ്. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഇത് എന്റെ കർമ്മഫലമാണ്. എന്റെ കർമ്മഫലമാണ് എന്നെ ഓരോ അവസരങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടേയിരിക്കാൻ എന്നെ നിർബന്ധിതയാക്കുന്നത്. അത് സ്വീകരിച്ചേ നിവൃത്തിയുള്ളൂ. കാരണം എന്റെ കർമ്മഫലം ഞാൻ അനുഭവിച്ചു തീർന്ന് അതൊക്കെ ക്ലിയർ ആകുന്ന ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകും. അപ്പൊ കർമ്മഫലമാണ് മുന്നിൽ വരുന്ന ഓരോ അവസരങ്ങളും. അതിനെ മാനേജ് ചെയ്യുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഭയം നമ്മളെ പിടിച്ചു കൊടുക്കും. ഭയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂമിയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. നമുക്ക് ചെയ്യാനുള്ളത് കൂട്ടിച്ചേർക്കുക, അതിലൂടെ കടന്നു പോകും. അപ്പൊ നെവർ എവർ ട്രസ്റ്റ് എന്നാണ് ശീലവൻ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അതും കൂടി ആഡ് ഓൺ ചെയ്യാൻ സഹായിച്ചത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷീല മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, നമുക്ക് ടൈം ആയിട്ടുണ്ട്. സോ പെട്ടെന്ന് ആരാണ് പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിവേ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. പ്രവീണ മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. കാരണം ഇപ്പൊ നമുക്ക് സലാഹുദ്ദീൻ പറഞ്ഞ പോലെ സാർ മാം ഫുൾ എക്സ്പീരിയൻസ് ത്രൂ ആണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ക്യാച്ച് ചെയ്യാനും പറ്റാറുണ്ട്. എനിവേ ഇതുപോലത്തെ സെക്ഷനും മാമിന് ഒരുപാട് എടുക്കാൻ സാധിക്കട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. താങ്ക് യു ഓൾ. ഓക്കെ, സോ വൈൻഡ് അപ്പ് ചെയ്യാം.
എല്ലാരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. Thank you. Thank you, Pravina ma'am. Thank you all. Thank you. Thank you, ma'am. Thank you.